പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ചാപ്റ്റർ 1 ഏരിയ പാർട്ട് 3 ആണ് നമ്മളിന്ന് ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത്. പാർട്ട് 1 നമ്മൾ പഠിച്ചു. സെയിം ബേസ് ബിറ്റ്വീൻ സെയിം പാരലൽ ഈക്വൽ ട്രയാങ്കിൾസ് കൺസ്ട്രക്ട് ചെയ്തു. ദെൻ ക്വാഡ്രിലാറ്ററലിൻ്റെ കേസ് പഠിച്ചു. ക്വാഡ്രിലാറ്ററൽ ആൻഡ് ട്രയാങ്കിൾസ് പാർട്ട് 2 ടോപ്പിക്കിൽ നമ്മൾ ചെയ്തു. ദെൻ തേർഡ് പാർട്ട് ട്രയാങ്കിൾ ഡിവിഷൻ, ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് ട്രയാങ്കിൾ ഡിവിഷൻ. തേർഡ് ആൻഡ് ഫോർത്തോട് കൂടിയിട്ട് നമുക്ക് ഈ ചാപ്റ്റർ ഫിനിഷ് ചെയ്യാം. ട്രയാങ്കിൾ ഡിവിഷൻ ഒന്നിവിടെ ശ്രദ്ധിക്കുക എല്ലാവരും. ട്രയാങ്കിൾ ഡിവിഷൻ ഇവിടെ നോക്കുക. കൺസിഡർ ട്രയാങ്കിൾ എ ബി സി. ഇതൊരു ട്രയാങ്കിളാണ് എ ബി സി. ദെൻ ഡി ഈസ് ദി മിഡ് പോയിൻ്റ് ഓഫ് ബി സി. ഡി ഈസ് ദി മിഡ് പോയിൻ്റ് ഓഫ് ബി സി, ബേസിൻ്റെ മിഡ് പോയിൻ്റ് ആണ്. Then two triangle, larger triangle ABC divided into two triangles. രണ്ട് ട്രയാങ്കിൾ ആക്കി ഡിവൈഡ് ചെയ്യുന്നു. AD is the then D is the midpoint. D is midpoint ആണ്, ഹൈറ്റ് അല്ല. ഞാനൊരു ഹൈറ്റ് മെഷർ കൺസ്ട്രക്ട് ചെയ്തു. ദെൻ AE is the height. ഹൈറ്റ് എപ്പോഴും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ടോപ്പ് ടു ബേസ്. ഹൈറ്റ് അങ്ങനെയാണ്. ദെൻ മിഡ് പോയിൻ്റ് അങ്ങനെ ആയിക്കൊള്ളുന്ന യാതൊരു നിർബന്ധവുമില്ല. മനസ്സിലായല്ലോ? ദെൻ ഇൻ ട്രയാങ്കിൾ എ ബി സി, ഡി ഈസ് ദി മിഡ് പോയിൻ്റ് ഓഫ് സൈഡ് ബി സി. ദെൻ എ ഇ ഈസ് ദി ഹൈറ്റ് ഓഫ് ദി ട്രയാങ്കിൾ. ഹൈറ്റ് ഈസ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ടോപ്പ് ടു ബേസ് ആണ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഞാനിതിൽ നിന്നൊരു തിയറംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നത്. ദെൻ ലാർജർ ട്രയാങ്കിൾ എ ബി സി ഡിവൈഡഡ് ഇൻ ടു ടു ട്രയാങ്കിൾസ്, രണ്ട് ട്രയാങ്കിളാക്കി ഡിവൈഡ് ചെയ്യുന്നു. ദെൻ ആദ്യം സ്മോളർ ട്രയാങ്കിൾ എ ഡി ബി കൺസിഡർ ചെയ്യുക. ഇൻ ട്രയാങ്കിൾ എ ഡി ബി കൺസിഡർ ചെയ്യുക. ഇൻ ട്രയാങ്കിൾ എ ഡി ബി. ദെൻ ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഹാഫ് ബി എച്ച് ആണ്. ഏരിയ എന്താണ്? ഹാഫ് ബി എച്ച്. ഹാഫ് ഇൻറ്റു ബേസ്, അതിലെ ബേസ് എത്രയാ? എ ഡി ബിയുടെ ബേസ് എത്രയാ? ബി ഡി. ഹാഫ് ഇൻറ്റു ബി ഡി ഇൻറ്റു ഹൈറ്റ് എച്ച് എന്ന് തന്നെ കൊടുത്തു. ഹാഫ് ഇൻറ്റു ബി ഡി ഇൻറ്റു ഹൈറ്റ് എച്ച്. ഹൈറ്റ് അവിടെ എച്ച് ആണ്. ദെൻ കൺസിഡർ ട്രയാങ്കിൾ എ ഡി സി. ട്രയാങ്കിൾ എ ഡി സിയെ കൺസിഡർ ചെയ്തു. ദെൻ ഹാഫ് ഇൻറ്റു അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? ഡി സി. ഹൈറ്റ് എന്താ വരിക? എച്ച് തന്നെയാണ് വരിക. രണ്ടും ഹൈറ്റ് എച്ച് തന്നെയാണ് വരിക. ദെൻ ഇവിടെ നോക്കൂ. ഹാഫ് ഇൻറ്റു ബി ഡി ഇൻറ്റു എച്ച്, ഹാഫ് ഇൻറ്റു ഡി സി ഇൻറ്റു എച്ച്. ബി ഡി ഈക്വൽ ടു ഡി സി ആണല്ലോ. കാരണം എന്താ? ഡി ഈസ് ദി മിഡ് പോയിൻ്റ് ഓഫ് ബി സി. ഇവിടെ ശ്രദ്ധിച്ചോളിയാ, എല്ലാവരും കൂടെ നോക്കുക കേട്ടോ. ഡി ഈസ് ദി മിഡ് പോയിൻ്റ് ഓഫ് ബി സി ആണ്. ദെൻ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഹാഫ് ബി എച്ച് ഏരിയ, ഹാഫ് ഇൻറ്റു ബി ഡി ഇൻറ്റു എച്ച്, ഹാഫ് ഇൻറ്റു ബി ഡി ഇൻറ്റു ഹൈറ്റ് എച്ച്. ദെൻ ഇൻ ട്രയാങ്കിൾ എ ഡി സി ഹാഫ് ഇൻറ്റു ഡി സി ഇൻറ്റു എച്ച്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണെന്ന് പറഞ്ഞൂടെ? ബി ഡി ഈക്വൽ ടു ഡി സി ആയതുകൊണ്ട് രണ്ട് ട്രയാങ്കിൾസ് എന്താന്ന് പറയാ? ഈക്വൽ ആണ്. ഏരിയാസ് ഈക്വൽ ആണ്. ഹാഫ് ഹാഫ്, ബി ഡി ഈക്വൽ ടു ഡി സി, എച്ച് ഈക്വൽ ടു എച്ച്. അപ്പം ഏരിയാസ് ഓഫ് ബോത്ത് ട്രയാങ്കിൾസ് ആർ ഈക്വൽ. രണ്ട് ട്രയാങ്കിൾസിൻ്റെ ഏരിയയും ഈക്വൽ ആണ്. അപ്പോൾ അത് നമുക്കൊരു നിയമമായിട്ട് അല്ലെങ്കിൽ ഒരു തിയറമായിട്ട് ബോക്സിൽ എഴുതി വെക്കുക. എല്ലാവരും എഴുതി വെച്ചോളൂ. ദി ലൈൻ ജോയിനിങ് one vertex of a triangle and the line joining one vertex of a triangle and midpoint of the opposite side divides it into two equal triangle. Divide it into two equal triangle. Line joining one vertex of a triangle and midpoint of the opposite side divides it into two equal triangles. അതായത് ദെൻ ഒരു ട്രയാങ്കിളിൻ്റെ ഒരു വേർട്ടെക്സിൽ നിന്ന് ഒരു ലൈൻ ജോയിനിങ് ചെയ്തിരിക്കുന്നു. മിഡ് പോയിൻ്റ് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ഇൻ ടു ഈക്വൽ ട്രയാങ്കിൾ. രണ്ട് ഈക്വൽ ട്രയാങ്കിൾസ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ള ഒരു തിയറമാണ് ഇവിടെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഐഡിയാസാണ്, അതിൻ്റെ മെയിൻ പ്രൂഫാണ് ഞാനിവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. കൺസിഡർ ട്രയാങ്കിൾ എ ബി സി. എ ഡി ഈസ് ദി ലൈൻ ജോയിനിങ് ഫ്രം A to base BC. D is the midpoint.
Then divided two triangle ABD and ACD. Area ABD is equal to half into BD into height. Area ACD is equal to half into CD into height. BD equal to CD. Therefore, both the triangle areas of both the triangles are equal. അവിടെ ഒരു ക്രൈറ്റീരിയ എഴുതി അത് ബോക്സിലാക്കി വെക്കണം. എല്ലാവരും ആ ക്രൈറ്റീരിയ ബോക്സിലാക്കിയിട്ട് വെക്കണം. ദെൻ നെക്സ്റ്റ് ഒരു ഐഡിയയും കൂടി ഞാൻ പറയാൻ പോവുകയാണ്. ഒരു ഐഡിയ ഒരു കേസും കൂടി നമ്മൾ പറയാൻ പോവുകയാണ്. എന്നിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഇവിടെ നോക്കുക, ഒരു ട്രയാങ്കിൾ, എ ലൈൻ from the vertex of a triangle, line from the vertex of a triangle divides the length of the opposite side, divides the length of the opposite side, divides the length of the opposite side and the area of the triangle in the same ratio, and area of the triangle in the same ratio. Line from the vertex of a triangle divides the length of the opposite side. ഒരു വേർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലൈൻ വരച്ചിരിക്കുന്നു. മിഡ് പോയിന്റ് അല്ല, ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരച്ചിരിക്കുന്നു. Then opposite side and the area of the triangle in the same ratio. ഈ ഇത് ഏത് സൈഡിലാണോ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഇത് ബേസിന് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഏത് റേഷ്യോയിലാണോ, സെയിം റേഷ്യോ ആയിരിക്കും ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയാസിൻ്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടാണ്. ലൈൻ ഡ്രോൺ ഫ്രം വേർട്ടെക്സ് എ ടു ബേസ് ബി സി, ഓപ്പോസിറ്റ് സൈഡ് ബി സി, ഡിവൈഡഡ് ഇൻ ദി റേഷ്യോ 5:3. divided in the ratio 5:3. Then area of triangle ADB and area of triangle ADC are in the same ratio 5:3 തന്നെയാണ് എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അതാണ് ഇവിടെ കണ്ടീഷൻ. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ലൈൻ ഫ്രം ദി വേർട്ടെക്സ് ഓഫ് എ ട്രയാങ്കിൾ ഡിവൈഡ്സ് ദി ലെങ്ത് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ് and the area of the triangle in the same ratio. area of the triangle in the same ratio. ഞാനിവിടെ ഫിഗർ വരച്ചു, അതിൻ്റെ ഒരു പ്രൂഫിന് വേണ്ടിയിട്ടൊരു ഫിഗർ വരച്ചു. എ ബി സി ഈസ് എ ട്രയാങ്കിൾ. ഇവിടെ ശ്രദ്ധിക്കുക എല്ലാവരും കേട്ടോ. എ ബി സി ഈസ് എ ട്രയാങ്കിൾ. എ ഡി ഈസ് എ ലൈൻ ഡ്രോൺ ഫ്രം എ ടു ബേസ് ബി സി. ബി സി ഡിവൈഡഡ് ഇൻ ദി റേഷ്യോ 5:3. ബേസ്, നേരത്തെ നമ്മൾ ബേസ് എങ്ങനെയായിരുന്നു ഡിവൈഡ് ചെയ്തത്, മിഡ് പോയിന്റ് ആയിരുന്നു. ദെൻ ഇവിടെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്, ഒരു പെർട്ടിക്കുലർ റേഷ്യോ ഡിവൈഡ് ചെയ്യുന്നു. ഒരു പെർട്ടിക്കുലർ റേഷ്യോ, മിഡ് പോയിന്റ് എന്ന് പറയുന്നില്ല, റേഷ്യോയിൽ ഡിവൈഡ് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നു. 5:3 ഡിവൈഡ് ചെയ്യുന്നത് ഇവിടെ 5:3. ദെൻ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ബി ആൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി 5:3 എന്നാണ് കാണിക്കേണ്ടത്. ദെൻ ഞാനൊരു ഹൈറ്റ് വരച്ചു. ദെൻ ഡ്രോ എ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം എ ടു ബേസ് എ എന്ന് കൊടുത്തു. ഹൈറ്റ് എച്ച് ആയിട്ട് കാണിച്ചു. ബി ഡി, ബേസ് ബി ഡി 5:3 ആയതുകൊണ്ട് 5x ആൻഡ് 3x. നമുക്ക് ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. റേഷ്യോ തരുമ്പോൾ നമ്മളൊരു എന്ത് എടുക്കണം, അപ്രോക്സിമേറ്റ് വാല്യൂസ്, അതായത് വേരിയബിൾ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യണം. റേഷ്യോ ഈസ് നോട്ട് എ പെർഫെക്റ്റ് വാല്യൂ, ഇറ്റ് ഈസ് കമ്പയറിങ് ടു ഓർ മോർ ക്വാണ്ടിറ്റീസ്. അത് കമ്പാരിസൺ ആണ്, ടു ഓർ മോർ ക്വാണ്ടിറ്റീസിൻ്റെ കമ്പാരിസൺ ആണ്. ദെൻ 5 സെൻറ്റിമീറ്ററോ 3 സെൻറ്റിമീറ്ററോ അല്ല ഇവിടെ. 5x ആൻഡ് 3x ആർ ദി ബേസ് ഡിവൈഡഡ് സൈഡ്. ഇതാണ് ബേസിന് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 5x ആൻഡ് 3x ആയിട്ടാണ്. ഞാൻ എന്ത് ചെയ്തു, ഇൻ ട്രയാങ്കിൾ എ ബി ഡി ബേസ് ബി ഡി 5x, ദെൻ എ ഡി സി ബേസ് 3x ആക്കി എടുത്തു. ഏരിയ കണ്ടുപിടിക്കാൻ പോവാണ്. ഹാഫ് ഇൻ ട്രയാങ്കിൾ എ ഡി ബി, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ബി ഹാഫ് ഇൻറ്റു ബി ഡി ഇൻറ്റു എച്ച്, ഹാഫ് ഇൻറ്റു ബി ഡി ഇൻറ്റു എച്ച്, ഹാഫ് ഇൻറ്റു ബി ഡി, ബി ഡി എത്രയാണ് 5x ഇൻറ്റു എച്ച്. കേസ് 1, അതായത് ഇൻ ട്രയാങ്കിൾ എ ഡി ബി, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ബി. ദെൻ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി ഹാഫ് ഇൻറ്റു സി ഡി ഇൻറ്റു എച്ച്, ദെൻ ഹാഫ് ഇൻറ്റു സി ഡി എത്രയാണ് 3x ഇൻറ്റു എച്ച്. ഇവർ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും നോക്കൂ. ഹാഫ് ഇൻറ്റു 5x ഇൻറ്റു എച്ച് ഈസ് ടു ഹാഫ് ഇൻറ്റു 3x ഇൻറ്റു എച്ച്. കട്ടച്ച് കട്ടച്ച് കട്ടാഫ് കട്ടാഫ് 5x ഈസ് ടു 3x കട്ടക്സ് കട്ടക്സ് എത്ര കിട്ടി 5:3.
അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആണല്ലോ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ലൈൻ ഫ്രം ദി വേർട്ടെക്സ് ഓഫ് എ ട്രയാങ്കിൾ ഡിവൈഡ്സ് ദി ലെങ്ത് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് ദി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഇൻ ദി സെയിം റേഷ്യോ. ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഇൻ ദി സെയിം റേഷ്യോ. പ്രോപ്പർട്ടി ഞാൻ ചോദിക്കേ, രണ്ട് പ്രോപ്പർട്ടി ഞാൻ ചോദിക്കേ. ഏത്? ഒന്ന് ലൈൻ ജോയിനിങ് വൺ വേർട്ടെക്സ് ഓഫ് എ ട്രയാങ്കിൾ ആൻഡ് മിഡ് പോയിന്റ് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ് into two equal triangles. Then second one, a line from the vertex of a triangle divides the length of the opposite side and the area of the triangle in the same ratio. രണ്ടിനും ജസ്റ്റ് ഒരു പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി ഒരു പ്രൂഫ് ഞാൻ കാണിച്ചു. ഇതിൻ്റെ പ്രൂഫ് ഞാൻ ഒരു ടൈം കൂടി പറയാണ്, വൺ ടൈം കൂടി പറയുന്നു. കൺസിഡർ ട്രയാങ്കിൾ എ ബി സി. AD ഈസ് ലൈൻ ഡ്രോൺ ഫ്രം A to BC divided in the ratio of 5:3. Construct height h. Then area of triangle ABD equal to half into BD into h, half into 5x into h. In triangle ADC, half into CD into h, half into 3x into h. Ratios എടുത്തു. ഹാഫ് കട്ട്, എച്ച് കട്ട്, എക്സ് കട്ട്, ദാറ്റ് ഈസ് 5:3. ബേസിന് ഡിവൈഡ് ചെയ്തത് 5:3, ഏരിയാസ് തമ്മിലുള്ള റേഷ്യോ 5:3. അപ്പോൾ ഏത് റേഷ്യോയിലാണോ ഡിവൈഡ് ചെയ്യുന്നത് ദാറ്റ് റേഷ്യോ തന്നെയായിരിക്കും ആർക്ക് ഉണ്ടാവുന്നത്? ഏരിയാസിന് ഉണ്ടാവുക എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ക്രൈറ്റീരിയാസാണ് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്തത്. ആ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് രണ്ട് പ്രോബ്ലം നമുക്കൊന്ന് ചെയ്ത് നോക്കേണ്ട ആവശ്യമുള്ളത്. അപ്പോൾ ആ ക്രൈറ്റീരിയ എല്ലാവരും മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ലൈൻ ഫ്രം ദി വേർട്ടെക്സ് ഓഫ് എ ട്രയാങ്കിൾ ഡിവൈഡ്സ് ദി ലെങ്ത് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് ദി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഇൻ ദി സെയിം റേഷ്യോ. എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണേ. ദെൻ ഒരൊറ്റ ക്രൈറ്റീരിയയും കൂടി എഴുതി വെക്കുക. ഫസ്റ്റ് വൺ എഴുതി, സെക്കൻഡ് വൺ എഴുതി, തേർഡ് ക്രൈറ്റീരിയയും കൂടി എഴുതി വെക്കുക. ഇൻ എനി ട്രയാങ്കിൾ the bisector of an angle divides the opposite side in the ratio in any triangle. എഴുതുക, വൃത്തിയായിട്ട് എഴുതുക, നോട്ട് എടുത്തിട്ട് എഴുതി വെക്കുക. ഇൻ എനി ട്രയാങ്കിൾ ദി ബൈസെക്ടർ ഓഫ് an angle divides the opposite side in the ratio of the sides of the angle. In the ratio of the sides of the angles. ഒന്നുകൂടി ഞാൻ പറയാം. ഇൻ എനി ട്രയാങ്കിൾ ദി ബൈസെക്ടർ ഓഫ് an angle divides the opposite side in the ratio of the sides of the angle. Ratio of the sides of the angle. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ട്രയാങ്കിൾ വരച്ചിരിക്കുന്നു, ഒരാങ്കിളിൻ്റെ ബൈസെക്ടർ, ഇത് 4 ഇത് 5 ആണ്. ആംഗിളിൻ്റെ ബൈസെക്ടർ എത്ര? ആംഗിൾ ബൈസെക്ടർ വരച്ചിരിക്കുന്നു ഇതാണ്. എൻ ട്രയാങ്കിൾ എ ബി സി. Then AD is the angle bisector. AB 4 ആണ്, ആംഗിളിൻ്റെ സൈഡ് 4ഉം AC 5 ആണ്. Then base divided in the ratio 4:5. ആംഗിൾ ഏത് സൈഡിലാണോ ദാറ്റ് സൈഡിൻ്റെ റേഷ്യോ ആണ് 4:5. ബൈസെക്ടർ ആവുന്ന കേസ് മാത്രമേ പറ്റത്തുള്ളൂ. അതിന് പ്രൂഫൊന്നുമില്ല. 3 പ്രോപ്പർട്ടിയാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ മിഡ് പോയിൻറ്റിൻ്റെ കേസിൽ പറഞ്ഞു, ഒന്നുകൂടി ഞാൻ പറയുകയാണ് 3 പ്രോപ്പർട്ടി. ദ ലൈൻ ജോയിനിങ് വൺ വെർട്ടെക്സ് ഓഫ് എ ട്രയാങ്കിൾ ആൻഡ് മിഡ് പോയിൻ്റ് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ഇറ്റ് ഇൻടു 2 ഈക്വൽ ട്രയാങ്കിൾസ്. നമ്പർ 1. നമ്പർ 2, എ ലൈൻ ഫ്രം ദി വെർട്ടെക്സ് ഓഫ് എ ട്രയാങ്കിൾ ഡിവൈഡ്സ് the length of the opposite side and the area of the triangle in the same ratio. Number 2. Then number 3, in any triangle the bisector of the angle divides the opposite side. Bisector of the angle divides the opposite side in the ratio of the sides of the angle. In the ratio of the
സൈഡ്സ് ഓഫ് ദി ആംഗിൾ. ആംഗിളിൻ്റെ 2 സൈഡാണ് 4ഉം 5ഉം. ദാറ്റ്സ് റേഷ്യോ 4:5. ഈ 3 പ്രോപ്പർട്ടിയാണ് നമുക്ക് ഈ സെക്ഷനിൽ 3ലും 4ലും പഠിക്കാനുള്ളത്. ആ 3 പ്രോപ്പർട്ടി ബൈ ഹാർട്ടാക്കി വെക്കുക. അതോടൊപ്പം അതിൻ്റെ പ്രോബ്ലംസ് ആണ് ഇനി നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 1 എഴുതി വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 എല്ലാവരും എഴുതി വെക്കുക. In the picture below, two lines are drawn from the, in the picture below, 2 lines are drawn from the top vertex of a triangle to the bottom side. In the picture below, 2 lines are drawn from the top vertex of a triangle to the bottom side. Full stop. Prove that the ratio in which these lines divide the length of the bottom side is equal to the ratio of the areas of the 3 smaller triangles in the picture. 3 smaller triangles in the picture. അപ്പോൾ അവിടെ പിക്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മനസ്സിലായി, പിക്ചർ എന്താണെന്നുള്ളത് മനസ്സിലായി. സ്മോളർ ട്രയാങ്കിൾസ് ഇൻ ദി പിക്ചർ. എല്ലാവരും പിക്ചർ കറക്റ്റായിട്ട് വരയ്ക്കുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പിക്ചർ തന്നെ വരയ്ക്കുക. അതിൻ്റെ പ്രൂഫാണ്, പ്രൂഫിനുള്ള പിക്ചറായിട്ട് തന്നെ കാണിക്കുക. ക്വസ്റ്റ്യനിലൊരു പിക്ചർ തന്നിട്ടുണ്ട്, പ്രൂഫിനുള്ള ഒരു പിക്ചറായിട്ട് നമ്മളിതിനെ കാണിക്കുക. പ്രൂഫിനുള്ള ഒരു പിക്ചറായിട്ട് ഇതിനെ കാണിക്കുക. ദെൻ PQR ST ബേസ് എയും ബിയും സിയും ആക്കിയെടുത്തു. ഒരു ഹൈറ്റ് മാർക്ക് ചെയ്ത് വെച്ചു. അതിനെ ഹൈറ്റ് h ആയിട്ട് കാണിച്ചു. ഇവിടെ നോക്കുക, റേഷ്യോ ഇൻ വിച്ച് ദ ലൈൻസ് ഡിവൈഡ് ദ ലെങ്ത് ഓഫ് ബോട്ടം സൈഡ് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് ദി ഏരിയാസ് ഓഫ് 3 സിമിലർ ട്രയാങ്കിൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ട്രയാങ്കിൾ PQR നമുക്ക് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യന് എഴുതി വെക്കുക എല്ലാവരും, എന്നിട്ട് ഈ പിക്ചർ വരയ്ക്കുക. ഇനി ഇവിടെ ശ്രദ്ധിക്കുക. കൺസിഡർ ട്രയാങ്കിൾ PQR. ടോപ്പ് വേർട്ടെക്സിൽ നിന്ന് ബേസ് PQനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. A:B:C ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. A:B:C ഡിവൈഡ് ചെയ്തിരിക്കുന്നു. കൺസിഡർ ചെയ്താണ് A:B:C ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ദെൻ നമുക്ക് പ്രൂഫ് കാണിക്കേണ്ടത് ഏരിയ ഓഫ് ട്രയാങ്കിൾ PSR ഏരിയ ഓഫ് ട്രയാങ്കിൾ STR ഏരിയ ഓഫ് ട്രയാങ്കിൾ TQR A:B:C എന്നാണ് പ്രൂഫ് കാണിക്കേണ്ടത്. ബേസിൽ ഏത് റേഷ്യോയിലാണോ ഡിവൈഡ് ചെയ്തത്, ദാറ്റ്സ് റേഷ്യോ ആർ ഈക്വൽ ടു ഏരിയ ഓഫ് സ്മോൾ ട്രയാങ്കിൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇൻ ട്രയാങ്കിൾ PQR ABC ആർ ഡിവൈഡഡ് ഇൻ ദി ബേസ് റേഷ്യോ A:B:C റേഷ്യോ ഓഫ് ദി ബേസ്. Then consider triangle PSR. Half BH ആണ് ഏരിയ, ഹാഫ് ഇൻറ്റു ബേസ് PS എന്ന് പറഞ്ഞാൽ A. H തന്നെയാണ് ഹൈറ്റ്. ഒരു ട്രയാങ്കിളിന് ഒരു ഹൈറ്റേ ഉണ്ടാവുള്ളൂ, 10 ഹൈറ്റ് ഉണ്ടാവില്ല. അതാ ശ്രദ്ധിക്കേണ്ടത് മക്കളെ. ഒരു ട്രയാങ്കിളിന് ഒരു ഹൈറ്റ്. അവിടെ നിന്ന് ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഞാൻ വരച്ചു. ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും ഹൈറ്റ്. അല്ലാണ്ട് ഇവിടേക്ക് ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇങ്ങോട്ടേക്ക് ഒരു വേറെ പെർപെൻഡിക്കുലർ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ദെൻ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ടോപ്പ് വേർട്ടെക്സ് ടു ബേസിലേക്ക് ഒരൊറ്റ കേസ് ഉണ്ടാവുള്ളൂ. ഇൻ ട്രയാങ്കിൾ PSR ഹാഫ് BH ഹാഫ് AH ഇക്വേഷൻ നമ്പർ 1 എന്ന് വെച്ചു. ഹാഫ് AH. സ്മോളർ ട്രയാങ്കിൾസിൻ്റെ ഏരിയ A:B:C അല്ലെങ്കിൽ ഈക്വൽ റേഷ്യോ ആയിരിക്കും എന്നാണ് പ്രൂഫ് കാണിക്കേണ്ടത്. Then consider triangle
ആർ എസ് ടി, കൺസിഡർ ട്രയാങ്കിൾ ആർ എസ് ടി ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ് മക്കളെ? ബി. അവിടെ ബേസ് എസ് ടി ആണ്, അപ്പം ബേസ് ബി. ഹൈറ്റ് എന്ത് തന്നെയാണ് വരുന്നത് മക്കളെ? എച്ച്. ദെൻ ഇക്വേഷൻ നമ്പർ 2 ഹാഫ് ബി എച്ച്. ദെൻ അടുത്ത ട്രയാങ്കിൾ ഏതാ പറഞ്ഞോളൂ? ടി ആർ ക്യൂ. ടി ആർ ക്യൂ ബേസ് എത്രയാണ്? ടി ക്യൂ. ടി ക്യൂന്ന് ബേസ് എത്രയാണ് വരുന്നത്? സി. ഹാഫ് ഇൻറ്റു സി ഇൻറ്റു ഹൈറ്റ് എത്രയാ? എച്ച്. ഇക്വേഷൻ നമ്പർ 3. ഇത് 3 ട്രയാങ്കിൾസിനെയും റേഷ്യോയിലാക്കി എഴുതുക. എങ്ങനെ റേഷ്യോയിലാക്കി എഴുതുക? പി എസ് ആർ ഈസ് ടു ആർ എസ് ടി ഈസ് ടു ടി ആർ ക്യൂ. എന്തൊക്കെ ക്യാൻസലായി പോവും? ഹാഫ് എ എച്ച് ഈസ് ടു ഹാഫ് ബി എച്ച് ഈസ് ടു ഹാഫ് സി എച്ച് ആണ്. കട്ടാഫ് 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 എച്ച് 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 കട്ട് ചെയ്തു. ദെൻ എ ഈസ് ടു ബി ഈസ് ടു സി. റേഷ്യോ ഓഫ് ദി sides of base of the triangle. ratio of the base of the triangle. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. പ്രോബ്ലംസ് എന്നല്ല, ഒരു ചെറിയൊരു പ്രൂഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് എന്ത്? പ്രൂവ് ദാറ്റ് ദി റേഷ്യോ ഇൻ വിച്ച് ദീസ് ലൈൻസ് ഡിവൈഡഡ് ദി ലെങ്ത് ഓഫ് ദി ബോട്ടം സൈഡ്. ലെങ്ത് ഓഫ് ദി ബോട്ടം സൈഡ് ഈസ് ഈക്വൽ ടു ദി, അതിന് ഈക്വൽ ആണ്, ദി റേഷ്യോ ഓഫ് ദി ഏരിയാസ് ഓഫ് ദി 3 സ്മോളർ ട്രയാങ്കിൾസ് ഇൻ ദി പിക്ചർ. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന 3 സ്മോളർ ട്രയാങ്കിൾസിൻ്റെ ഏരിയ അതിൻ്റെ റേഷ്യോന് ഈക്വലാണ് ബോട്ടം സൈഡിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് പ്രൂഫ് കാണിച്ചത്. അപ്പോൾ ക്വസ്റ്റ്യനിലെ പിക്ചറിൽ ഈ ഹൈറ്റ് ഒന്നും ഉണ്ടാവില്ല, എ ബി സി ഒന്നും തരത്തില്ല. ജസ്റ്റ് ട്രയാങ്കിൾ പി ആർ ക്യു ആർ തരും, 3 പാർട്ടാക്കിയിട്ട് തരും. നമ്മൾ സൗകര്യത്തിന് വേണ്ടി ഹൈറ്റ് കൺസ്ട്രക്ട് ചെയ്തു. ബേസ് എ കോമ ബി കോമ സി ഐ കൺസിഡർ ചെയ്തു. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഫസ്റ്റ് സ്മോളർ ട്രയാങ്കിൾ ഹാഫ് എ എച്ച്, ഏരിയ ഓഫ് സെക്കൻഡ് സ്മോളർ ട്രയാങ്കിൾ ഹാഫ് ബി എച്ച്, ഏരിയ ഓഫ് തേർഡ് സ്മോളർ ട്രയാങ്കിൾ ഹാഫ് സി എച്ച് എല്ലാം കട്ട് ചെയ്തു. ലാസ്റ്റ് കിട്ടുന്നത് എ ഇസ് ടു ബി ഇസ് ടു സി ആണ് കിട്ടുന്നത്. അത് എഴുതി വെക്കുക എല്ലാവരും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അതൊന്ന് മനസ്സിലാക്കിയിട്ട് വെക്കുക എല്ലാവരും. ദെൻ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യുക. അടുത്തൊരു ക്വസ്റ്റ്യൻ എല്ലാവരും നോക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇൻ ദി പിക്ചർ ബിലോ the top vertex of a triangle is the top vertex of a triangle is joined to the midpoint of the bottom side of the triangle, and then the midpoint of this line, joined to the other two vertices, full stop. Prove that the areas of all 4 triangles obtained thus are equal to a fourth of the area. A fourth എന്ന് പറഞ്ഞാൽ 1/4. A fourth of the area of the whole triangle. WHOLE. A fourth of the area of the whole triangle. WHOLE. അപ്പോൾ അവിടെ ഇതൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. എന്തോ ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇതൊക്കെ ഒരു പ്രൂഫല്ല, ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ അത്രമാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു പ്രാക്ടിക്കൽ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫിഗർ വരച്ചേക്കാം. എല്ലാവരും പെൻസിൽ എടുത്തോളൂ, സ്കെയിൽ എടുത്തോളൂ. പെൻസിൽ എടുക്കുക, സ്കെയിൽ എടുക്കുക. പ്രൂഫ് അതിനെ സിമ്പിളാക്കിയിട്ട് കാണിച്ചു തരാം. പ്രൂഫ് അതിൻ്റെ സിമ്പിളാക്കിയിട്ട് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ഫിഗർ. വേറെ ഒന്നും അതിന് ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല. ഒരു ഫിഗറിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫിഗർ തരും, അതിന് നെയിം ചെയ്യണം. നെയിമൊന്നും അവർ തരത്തില്ല, നമ്മൾ എന്ത് ചെയ്തു? നെയിം ചെയ്തു. അത്രമാത്രമേ
നമുക്കിപ്പോൾ അതിനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാവരും എഴുതി വെക്കുക. എല്ലാവരും എഴുതി വെക്കുക. എഴുതി വെച്ചോ മക്കളെ? എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻ ട്രയാങ്കിൾ എ ബി സി അല്ലേ, ഫിഗർ വരച്ചു, പിക്ചർ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇൻ ട്രയാങ്കിൾ എ ബി സി ആണ്. ടോപ്പ് വെർട്ടെക്സ് ദ ട്രയാങ്കിൾ ജോയിൻ ദ മിഡ് പോയിന്റ് എ ടു ഡി, ഡി ഇസ് ദി മിഡ് പോയിന്റ്. ദെൻ this line, the midpoint of bottom side of the triangle and the midpoint of this line, E is the midpoint of AD. AD യുടെ midpoint ആണ് E. Then joining other two vertex, രണ്ട് vertexിലേക്ക് join ചെയ്തിരിക്കുന്നു. Then four smaller triangles കിട്ടിയിരിക്കുന്നു. These smaller triangles 1/4 of the larger triangle എന്നാണ് പ്രൂഫ് കാണിക്കേണ്ടത്. 1/4 of the larger triangle എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കുക. Then ABC is a larger triangle. D is the midpoint of the opposite side from top vertex A. Therefore, area ADB and area ADC are equal. First criteria നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രയാങ്കിൾ ഡിവിഷൻ. നമുക്ക് അതിനൊരു പേര് കൊടുക്കുക. ട്രയാങ്കിൾ ഡിവിഷൻ ഫസ്റ്റ് ക്രൈറ്റീരിയ, ട്രയാങ്കിൾ ഡിവിഷൻ സെക്കൻഡ് ക്രൈറ്റീരിയ, ട്രയാങ്കിൾ ഡിവിഷൻ തേർഡ് ക്രൈറ്റീരിയ. ഫസ്റ്റ് ക്രൈറ്റീരിയ എന്താണ്? മിഡ് പോയിന്റ്. സെക്കൻഡ് ക്രൈറ്റീരിയ എന്താണ്? എനി റേഷ്യോ. തേർഡ് ക്രൈറ്റീരിയ എന്താണ്? ആംഗിൾ ബൈസെക്ടർ. അത്രേ ശ്രദ്ധിക്കേണ്ടുള്ളൂ. അപ്പോൾ 3 ക്രൈറ്റീരിയാസ് പഠിച്ചിരിക്കുക. ദെൻ യൂസിങ് ഫസ്റ്റ് ക്രൈറ്റീരിയ ഏരിയ എ ഡി ബി ഈക്വൽ ടു ഏരിയ എ ഡി സി, അതൊരു കേസ്. അപ്പോൾ ദെൻ ട്രയാങ്കിൾ എ ബി ഡി നോക്കുക. ഇ ഈസ് ദി മിഡ് പോയിന്റ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും സെയിം ആയിരിക്കുമല്ലോ ഫസ്റ്റ് ക്രൈറ്റീരിയ പ്രകാരം. ഇ ഈസ് ദി മിഡ് പോയിന്റ് ആണെങ്കിൽ ഈ ഏരിയ ഈക്വൽ ആയിരിക്കും. ദെൻ ഈ ഏരിയ ഈക്വൽ ആയിരിക്കും. അതാണ് അതിൻ്റെ ഒരു മാജിക്ക്. അപ്പോൾ ഞാനിവിടെ പറയാൻ പോവുകയാണ്. അപ്പം 4 ട്രയാങ്കിൾസ് എന്താണ്? ഏരിയ സെയിം ആണ്. അപ്പോൾ ഞാനിവിടെ ഒന്നുകൂടി പറയാൻ പോവുകയാണ്, ഒരു പ്രൂഫ് കാണിക്കാൻ പോവുകയാണ്. ദെൻ ഏരിയ ഓഫ് ലാർജ് ട്രയാങ്കിൾ ഞാൻ എന്താക്കി എടുത്തു എന്നറിയോ? ലാർജ് ട്രയാങ്കിൾ എ ബി സി, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു എക്സ് ആക്കി എടുത്തു. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി എക്സ്, ലാർജർ ട്രയാങ്കിൾ ഏരിയ എ ബി സി എക്സ് മൊത്തമായിട്ട് ടോട്ടൽ. ദെൻ ഡി ഈസ് ദി മിഡ് പോയിന്റ്. എഴുതി വെക്കണേ, ഞാൻ ബോർഡിൽ സ്ഥലമില്ലെങ്കിൽ ഞാൻ പറയുന്നത് കേട്ട് എഴുതി വെക്കണം. ഡി ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് ബേസ് ബി സി. ബി സിയുടെ മിഡ് പോയിന്റ് ആണ് ഡി. ദെയർഫോർ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ബി ആൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി ആർ ഈക്വൽ. ദാറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് എക്സ് ആൻഡ് ഹാഫ് എക്സ്. ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയ എത്ര വന്നു മക്കളെ? ഹാഫ് എക്സ്. ശരിയല്ലേ? തർക്കമുണ്ടോ? ഇല്ല. കാരണം എന്താ? ഡി ഈസ് ദി മിഡ് പോയിന്റ്. ക്രൈറ്റീരിയ നമ്പർ 1 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലൈൻ ഡ്രോൺ ഫ്രം ദി ടോപ്പ് വെർട്ടെക്സ് ടു മിഡ് പോയിന്റ് ഓഫ് ദി ബേസ്, 2 ട്രയാങ്കിൾസ് ഡിവൈഡഡ് ഇൻ ടു 2 ഈക്വൽ ട്രയാങ്കിൾസ് എന്നൊക്കെ ഫസ്റ്റ് ക്രൈറ്റീരിയ പഠിച്ചതൊക്കെ ഞാൻ ചോദിക്കും. കേട്ടിരിക്കുന്നല്ലോ? 3 ക്രൈറ്റീരിയ: മിഡ് പോയിന്റ് ഫസ്റ്റ്, സെക്കൻഡ് ഡിവൈഡ് ഇൻ ദി സെയിം റേഷ്യോ ക്രൈറ്റീരിയ, തേർഡ് ബൈസെക്ടർ ഓഫ് ആംഗിൾ ബൈസെക്ടർ ഓഫ് ടോപ്പ് വെർട്ടെക്സ് ടു ബേസ്. Then area of triangle X. Then D is the midpoint of BC. Area ADB and area ADC are equal. Half X and half X. ഇതിൻ്റെ ഏരിയ ഹാഫ് എക്സ്, ഇതിൻ്റെ ഏരിയ ഹാഫ് എക്സ്. ഒരു കേസ്. ദെൻ അടുത്ത ലൈനിൽ നമുക്ക് എഴുതാൻ പറ്റും E is the in triangle ADB. E is the midpoint. E is the midpoint of AD. E is the midpoint of AD. Therefore, area of triangle AED and area of triangle BED. Area of triangle AED and area of triangle BED are equal. അപ്പോൾ തന്നെ നമുക്ക് ഇത് ടോട്ടൽ എന്താണ്? ഹാഫ് എക്സ് ആണ്. ഹാഫിൻ്റെ പകുതി എത്രയാണോ? ഹാഫിൻ്റെ പകുതി എത്രയാ? 1/4x. ഹാഫിൻ്റെ പകുതി എത്രയാ? 1/4x. അപ്പോൾ എ ബി സി ലാർജർ ടോട്ടൽ ഏരിയ എക്സ്. ദെൻ 2 പാർട്ടാക്കി. ഡി ഇസ് ദി മിഡ് പോയിന്റ്. ഇവിടെ ഈ ഫുൾ പാർട്ട് എ ഡി ബി ഹാഫ് എക്സ്, എ ഡി സി ഹാഫ് എക്സ്. ദെൻ ഇ ഇസ് ദി മിഡ് പോയിന്റ്, അനദർ ലൈൻ്റെ എ ഡിയുടെ മിഡ് പോയിന്റ്, ബേസ് എ ഡി ആയിട്ട് മിഡ് പോയിന്റ്. ദെൻ ഹാഫ് എക്സിൻ്റെ ഹാഫ് എത്രയാ? ക്വാർട്ടർ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാ? 1/4x. അതേപോലെ തന്നെയല്ലേ ഇവിടെയും വരിക. അവിടെ നമുക്ക് എഴുതി വെക്കുക ഇൻ ട്രയാങ്കിൾ എ ഡി സി. ദെൻ ഇ ഈസ് ദി മിഡ് പോയിന്റ്.
ഏരിയ AEC ഈക്വൽ ടു ഏരിയ DEC. AEC ഹാഫിൻ്റെ പകുതി 1/4x 1/4x. അപ്പോൾ എല്ലാം നോക്കൂ, 1/4 ഓഫ് ദി ലാർജർ ട്രയാങ്കിൾ എന്നല്ലേ പറയുന്നത്. ഏരിയ ഓഫ് ഫോർ ട്രയാങ്കിൾസ് 1/4. എ ഫോർത്ത് എന്ന് പറഞ്ഞാൽ 1/4. 1/4 ഓഫ് ദി ലാർജർ ട്രയാങ്കിൾ അല്ലേ ഇതാ 1/4x ലാർജർ ട്രയാങ്കിളിൻ്റെ 1/4. 1/4x ലാർജർ ട്രയാങ്കിളിൻ്റെ 1/4. 1/4x ലാർജർ ട്രയാങ്കിളിൻ്റെ 1/4. 1/4x ലാർജർ ട്രയാങ്കിളിൻ്റെ 1/4. വളരെ സിമ്പിളാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ കാര്യങ്ങൾ പിടികിട്ടാവുന്നതേ ഉള്ളൂ. ഒന്ന് മനസ്സിലാക്കുക. ക്രൈറ്റീരിയ 3 പഠിച്ചു. ആ 3 ക്രൈറ്റീരിയ ഞാൻ ചോദിക്കും. ക്രൈറ്റീരിയ 1, അപ്പം ക്രൈറ്റീരിയ 1 ഒരാൾ പറയണം. ക്രൈറ്റീരിയ 2 പറഞ്ഞില്ല ഇമ്പോസിഷനാണ്. ക്രൈറ്റീരിയ 3 ആ ക്രൈറ്റീരിയ എഴുതി വെച്ച് ബൈഹാർട്ട് പഠിക്കണം ക്രൈറ്റീരിയ. ദെൻ നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. ഒന്നുകൂടി ഞാൻ റിവൈസ് ചെയ്യാണ് ഇതിൻ്റെ പ്രൂഫ്. ഇൻ ട്രയാങ്കിൾ ABC, D ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് ദി ബേസ് BC. ദെൻ ഏരിയ ഓഫ് ദി ലാർജർ ട്രയാങ്കിൾ X. ദെൻ ADB ആൻഡ് ADC ആർ ഈക്വൽ ഏരിയ. Therefore, half x and half x. In triangle ADB, E is the midpoint of AD. Then half x in the half എടുത്തു 1/4x 1/4x. Then in triangle ADC, E is the midpoint of AD. ഹാഫ് എക്സ് ആണ് വലുതിന് വരുന്നത്. അവിടെ അതിൻ്റെ ഹാഫ് എടുത്തപ്പോൾ 1/4x 1/4x. അപ്പോൾ ഓൾ കേസിൽ എന്ത് വന്നു മക്കളെ പറഞ്ഞോളി? എന്ത് കിട്ടി? ഓൾ കേസിൽ 1/4x എന്ന് കിട്ടി. 1/4 ഓഫ് ദി ലാർജർ ട്രയാങ്കിൾ. ഏരിയ ഓഫ് ദി സ്മോളർ ട്രയാങ്കിൾ ഫോർ സ്മോളർ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു 1/4 ഓഫ് ദി ലാർജർ ട്രയാങ്കിൾ എന്ന് എഴുതി വെക്കുക. ഏരിയ ഓഫ് ദി സ്മോളർ ട്രയാങ്കിൾ ഈക്വൽ ടു 1/4 ഓഫ് ദി ലാർജർ ട്രയാങ്കിൾ എന്ന് എഴുതി വെക്കുക. നല്ല കുട്ടികളായിട്ട് എഴുതി വെക്കുക. വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ട് എല്ലാവരും. ഓക്കെ, അതാണ് രണ്ടാമത്തെ പ്രൂഫ്. വളരെ പ്രധാനപ്പെട്ട സെക്കൻഡ് പ്രൂഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പ്രൂഫ് നമ്മൾ ചെയ്തു ഡിവൈഡഡ് ഇൻ ദി റേഷ്യോ A:B:C. ഡിവൈഡ് ചെയ്തിരിക്കുന്നു സെയിം റേഷ്യോയിൽ. ദെൻ സെക്കൻഡ് പ്രൂഫ് കാണിച്ചിരിക്കുന്നത് ലാർജർ ട്രയാങ്കിളിൻ്റെ 1/4 ആണ് ഫോർ സ്മോളർ ട്രയാങ്കിൾ. ക്രൈറ്റീരിയാസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. മനസ്സിലാക്കുക, വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. കറക്റ്റ് ചെയ്തിട്ടാണ് പറയുന്നത് മാഷ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ എഴുതെല്ലാവരും. തേർഡ് ക്വസ്റ്റ്യൻ എഴുതുക. പ്രൂവ് ദാറ്റ് ദി ലെങ്ത്സ് ഓഫ് ദി പെർപെൻഡിക്കുലേഴ്സ് ഫ്രം എനി പോയിന്റ് ഓൺ the length of the perpendiculars from any point on the bisector of an angle to the sides are equal. Bisector of an angle to the sides are equal. Prove that the lengths of the perpendiculars from any point on the bisector of an angle to the sides are equal. എന്നാണ് പ്രൂഫ് കാണിക്കേണ്ടത്. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു ആംഗിളിൻ്റെ ബൈസെക്ടർ ഉണ്ടാവും. ഒരു ലൈൻ ബൈസെക്ടർ, ആംഗിൾ ബൈസെക്ടർ. ഒരു ആംഗിൾ ഇവിടെ വരച്ചു. ആ ആംഗിളിൻ്റെ ബൈസെക്ടർ, ആ ബൈസെക്ടറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ABCD ബൈസെക്ടറിൽ ഏതൊരു പോയിന്റിൽ നിന്ന് 2 പെർപെൻഡിക്കുലർ ലൈൻസ് സൈഡിലേക്ക് വരച്ചു. ആ പെർപെൻഡിക്കുലർ ലൈൻസിനെ നമുക്ക് ബിയും ABC ഇവിടെ C ആയിട്ട് കൊടുക്കുക. C ആയിട്ട് വെച്ചു. പോയിന്റ് D ആയിട്ട് കാണിക്കുക. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്ത്? ബൈസെക്ടറാണ് AD. ഇൻ ആംഗിൾ BAC, AD is the angle bisector. Line perpendicular from the line bisector. BD and CD are perpendiculars. Then നമുക്ക് പ്രൂഫ് കാണിക്കേണ്ടത് these two lengths are equal എന്നാണ് കാണിക്കേണ്ടത്. These two lengths are equal. അപ്പോൾ ഒന്നും കൂടി ക്വസ്റ്റ്യൻ എല്ലാവരും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. പിക്ചർ വരച്ചതിന് ശേഷം ഒരു തവണയും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാണ്. പ്രൂവ് ദാറ്റ് the lengths of the perpendiculars from
the lengths of the perpendiculars from any point on the bisector of an angle. ഏതൊരു ആംഗിൾ ബൈസെക്ടറിൽ നിന്ന് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ, പെർപെൻഡിക്കുലർ വരച്ചിരിക്കുന്നു, ആംഗിൾ ടു ദി സൈഡ്സ് ആർ ഈക്വൽ, angle of an angle to the sides are equal, of an angle to the sides are equal. സൈഡിലേക്ക് വരച്ചിരിക്കുന്ന ഈ ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ലെങ്ത് ഈക്വൽ ആണ് എന്നാണ് നമുക്ക് പ്രൂഫ് കാണിക്കേണ്ടത്. ഇവിടെ ഓൾറെഡി ഈക്വൽ അല്ല, ഈക്വൽ ആണ് എന്ന് കാണിക്കണം. In an angle BAC, AD is the angle bisector, D is the point on the bisector, BD and CD are perpendicular from the point on bisector. Then we want to prove BD equal to CD. നമുക്ക് പ്രൂഫ് കാണിക്കേണ്ടത് BD equal to CD ആണ് കാണിക്കേണ്ടത്. Then this angle equal ആണ്, this angle, കാരണം എന്താണ്, AD is angle bisector, എയുടെ ബൈസെക്ടർ ആണ് AD. ഞാനിതിനെ എക്സ് ആക്കി എടുത്തു, ഈ ആംഗിൾ എക്സ് ആക്കി എടുത്തു. ഇത് ഓൾറെഡി പെർപെൻഡിക്കുലർ ആണ് 90, ഇവിടെ ഓൾറെഡി 90. അപ്പോൾ ഈ ബാലൻസ് വരുന്ന ഈ ആംഗിൾ എന്തായിരിക്കും, 90 മൈനസ് എക്സ്. എന്താ റീസൺ, ടോട്ടൽ ആംഗിൾ 180, 180 മൈനസ് 90 പ്ലസ് എക്സ്, 180 മൈനസ് 90 പ്ലസ് എക്സ് എത്രയാണ് മക്കളെ വരിക, 180 മൈനസ് 90 മൈനസ് എക്സ്, 90 മൈനസ് എക്സ് വരും. അപ്പോൾ തേർഡ് ആംഗിൾ ഈക്വൽ ടു 90 മൈനസ് എക്സ്. ഇവിടെയും തേർഡ് ആംഗിൾ എത്ര വരിക, 90 മൈനസ് എക്സ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ആംഗിൾ BAC പിക്ചർ, ഇതിന് പിക്ചർ തരില്ല, പിക്ചർ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യണം, ക്വസ്റ്റ്യനിൽ പിക്ചർ തരത്തില്ല. ആംഗിൾ BAC, AD is the angle bisector, then BD and CD are perpendicular from the point on angle bisector, these lengths are equal എന്നാണ് പറയേണ്ടത്. Then consider triangle ADB and ADC. Consider triangle ADB and ADC. രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ADB and ADC രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ദാ ADB and ADC ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തപ്പോൾ അതിനെ നമ്മൾ ഈക്വൽ ട്രയാങ്കിൾസ് ആക്കണം. 9th പഠിച്ചിരിക്കുന്ന ഈക്വൽ ട്രയാങ്കിൾ. ഇവിടെ നോക്കൂ, ദിസ് ആംഗിൾ എക്സ്, അതായത് ആംഗിൾ BAD ഈക്വൽ ടു ആംഗിൾ CAD, ബൈസെക്ടർ, റീസൺ എഴുതാം, ആംഗിൾ BAD ഈക്വൽ ടു CAD ബൈസെക്ടർ ആണ്. ദെൻ ആംഗിൾ ADB ഈക്വൽ ടു ആംഗിൾ ADC, 90 മൈനസ് എക്സ്, തേർഡ് ആംഗിൾ ഓഫ് ദി ട്രയാങ്കിൾ. തേർഡ് ആംഗിൾ ഓഫ് ദി ട്രയാങ്കിൾ, ടു ആംഗിൾസ് ഈക്വൽ ആണ്, therefore തേർഡ് ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ, തേർഡ് ആംഗിൾ ഓഫ് ദി ട്രയാങ്കിൾ. ദെൻ AD ഈക്വൽ ടു AD കോമൺ സൈഡ്, AD ഈക്വൽ ടു AD കോമൺ സൈഡ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, കൺസിഡർ ട്രയാങ്കിൾ ADB ആൻഡ് ADC, ആംഗിൾ BAD ഈക്വൽ ടു ആംഗിൾ CAD ബൈസെക്ടർ, ആംഗിൾ ബൈസെക്ടർ ആണ്. ദെൻ ആംഗിൾ ADB ഈക്വൽ ടു ADC 90 മൈനസ് എക്സ്, തേർഡ് ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ, therefore AD ഈക്വൽ ടു AD കോമൺ സൈഡ്. One side and two angle on its end of a triangle ADB are equal to one side and two angle on its end of another triangle ADC. Both the triangles are equal. 9th ഫസ്റ്റ് ചാപ്റ്റർ ഈക്വൽ ട്രയാങ്കിൾസ് വളരെ വൃത്തിയായിട്ട് പഠിച്ച കുട്ടികളാണ് ആണല്ലോ. അപ്പോൾ ഇത് തർക്കമില്ല എല്ലാവർക്കും. അപ്പോൾ ദീസ് ടു ട്രയാങ്കിൾസ് ആർ ഈക്വൽ. ദെൻ BD ഈക്വൽ ടു CD. Side opposite to equal angles are equal. Side opposite to equal angles are equal. Side opposite to equal angles are equal. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൂഫാണത്. അത് വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കണം. ഒരു തവണയും കൂടി ഞാൻ ക്വസ്റ്റ്യൻ പറയുന്നു. പ്രൂവ് ദാറ്റ് ദി ലെങ്ത്സ് ഓഫ് ദി പെർപെൻഡിക്കുലേഴ്സ് ഫ്രം any point on the bisector, bisector ഏതെങ്കിലും ഒരു പോയിന്റ്, any point on the bisector of an angle to the sides, sidesലേക്ക് വരയ്ക്കുന്ന, to the sides are equal. Then BAC angle, AD is the angle bisector, D is the point on the bisector, DB and DC are the distance from point to side, point to side, പോയിന്റിൽ നിന്ന് സൈഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ദിസ് ഡിസ്റ്റൻസ് ആർ ഈക്വൽ എന്നാണ് പ്രൂഫ് കാണിച്ചു വെച്ചത്.
നമ്മൾ വൃത്തിയായിട്ട് അതിൻ്റെ പ്രൂഫ് കാണിച്ചു, നല്ല കുട്ടികളായിട്ട് അതിൻ്റെ പ്രൂഫ് ചെയ്തു. എല്ലാവരും അത് മനസ്സിലാക്കുക. അതിൻ്റെ പ്രൂഫ് എല്ലാവരും വളരെ വൃത്തിയായിട്ട് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. എല്ലാവരും എഴുതി വെക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതി വെക്കുക. എല്ലാവരും എഴുതി വെക്കുക. In the picture below, the side AC of the triangle ABC, the side AC of the triangle ABC is extended to D by adding the length of the side CB, by adding the length of the side CB, length of the side CB, full stop. Then the line through C, parallel to DB is drawn to meet AB at E, is drawn to meet AB at E. Question 1, രണ്ട് question ആണ്. Question 1, prove that CE bisect angle C, CE bisect angle C, CE bisect angle C, CE bisect ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. CE bisect angle C. Then അടുത്തത് describe how this can be used to divide an 8 cm long line, to divide an 8 cm long line in the ratio 4:5, in the ratio 4:5, in the ratio 4:5. ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് നമ്മളൊരു കൺസ്ട്രക്ഷനും കൂടി ആയിട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ സെപ്പറേറ്റ് കൺസ്ട്രക്ഷനും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. എന്താ പറഞ്ഞിരിക്കുന്നത്? ABC എന്ന് പറയുന്നൊരു ട്രയാങ്കിള്, അതിൽ AC എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു, അറ്റ് ഡി വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. ഡി ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ സിയിലൂടെ ഒരു പാരലൽ ലൈൻ, പാരലൽ ടു ഡി ബിക്ക് കറക്റ്റ് വരച്ചിരിക്കുന്നു, കാണിച്ചിരിക്കുന്നു. ഇത് സിയെ ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക്. ഈ സൈഡും ബി സിയുടെ അതേ ലെങ്ത്താണ് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്, സെയിം ലെങ്ത്താണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ ആംഗിൾ CDB എന്ന് പറയുന്ന ആംഗിളും DBC എന്ന് പറയുന്ന ഈ ആംഗിൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും. എന്താണ്? ഐസോസ്ലെസ് ട്രയാങ്കിളാണ് വരിക. ഐസോസ്ലെസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് അത് രണ്ടും സെയിം ആണെന്ന് നമുക്കറിയാം. ഇതിപ്പോൾ എക്സ് ആണെങ്കിൽ ഇത് എക്സ് ആയിരിക്കും വരിക, യാതൊരു തർക്കവുമില്ല. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും. ദെൻ DBC ഈക്വൽ ടു, ഇവിടെ കണ്ട് ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ പ്രൂഫാണ് കാണിക്കാനുള്ളത്. ഇവിടെ ശ്രദ്ധിക്കില്ലാരും, ഇത്രയും കാര്യങ്ങൾ പിക്ചറിൽ മാർക്ക് ചെയ്ത് വെക്കുക. ABC ട്രയാങ്കിൾ, ദെൻ ആംഗിൾ ബൈസെക്ടർ CE, ദെൻ AC എക്സ്റ്റെൻഡഡ് അറ്റ് പോയിൻ്റ് D, join DB, line drawn through C parallel to DB, that is CE. We want to prove CE is the bisector of angle C. CE is the bisector of angle C. ഇത് ബൈസെക്ടർ ആണ് എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഇത് ബൈസെക്ടർ ആണ് എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ ഒന്ന് എല്ലാവരും ഇവിടേക്ക് ശ്രദ്ധിക്കുക. ബൈസെക്ടർ ആണെന്ന് നമുക്ക് പ്രൂഫ് കാണിക്കണം. അപ്പോൾ ഞാനൊന്നും കൂടി ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. എഴുതാത്ത ആളുകളൊക്കെ ഒന്ന് അവിടെ നിന്ന് തിരിഞ്ഞ് കളിക്കരുത്, ഇവിടേക്ക് ശ്രദ്ധിക്കുക എല്ലാവരും. ഇതിൻ്റെ കൺസ്ട്രക്ഷനും കൂടി ഉള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. ഇൻ ദി പിക്ചർ ബിലോ, ദി സൈഡ് AC ഓഫ് ദി triangle ABC is extended at D
ബൈ ആഡിങ് ദി ലെങ്ത് ഓഫ് ദി സൈഡ് സി ബി. ഈ സി ബിയുടെ ലെങ്ത് തന്നെയാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. സി ഡി വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. ദെൻ എക്സ്റ്റെൻഡ് സൈഡ് സി ബി. ദെൻ ദ ലൈൻ ത്രൂ സി പാരലൽ ടു ഡി ബി. സിയിലൂടെ ഒരു ലൈൻ വരച്ചിരിക്കുന്നു പാരലൽ ടു ബി ഡി. ബി ഡിക്ക് പാരലായിട്ട് വരച്ചിരിക്കുന്നു. സി ഇ എന്ന് പറയുന്നത് ആംഗിൾ സിയെ ബൈസെക്റ്റ് ചെയ്യുന്നു എന്നാണ് നമുക്ക് പ്രൂഫ് കാണിക്കേണ്ടത്. ബൈസെക്റ്റ് ചെയ്യുന്നു എന്ന് പ്രൂഫ് കാണിക്കണം. ഓക്കെ, ബൈസെക്റ്റ് ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ 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 ദെൻ വെരി ഗുഡ്. ശ്രദ്ധിക്കുക, ഞാൻ അതിൻ്റെ പ്രൂഫാണ് നമ്മൾ പറയാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും നമ്മളത് പറയുന്നത്. പിക്ചറൊക്കെ വരച്ചു, ഭംഗിയാക്കി വെച്ചു. ദെൻ എ ബി സി ഇസ് എ ട്രയാങ്കിൾ. ദെൻ എ സി സൈഡ് എ സി എക്സ്റ്റെൻഡ് അറ്റ് ഡി. ലെങ്ത് ഓഫ് ബി സി, ബി സിയുടെ ലെങ്ത് എത്രയാണോ ദാറ്റ്സ് ലെങ്ത് ആണ് അവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തത്. ജോയിൻ ബി ഡി. ലൈൻ പാരലൽ ത്രൂ സി, പാരലൽ ടു ഡി ബി ത്രൂ സി. സിയിലൂടെ ഡി ബിക്ക് പാരലായി വരച്ചു. ദിസ് ഈസ് ബൈസെക്ടർ ആണ് പ്രൂഫ് കാണിക്കണം. നോക്കൂ എല്ലാവരും. ദെൻ ബി സി ഈക്വൽ ടു സി ഡി. ബി സിയുടെ ലെങ്ത് തന്നെയാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. ബി സി ഈക്വൽ ടു സി ഡി. ദെർഫോർ ബി സി ഡി ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. ആംഗിൾ ഡി ബി സി എക്സ് ആയിട്ട് ഞാൻ എടുത്തു. ആംഗിൾ സി ഡി ബി എക്സ് ആയിട്ട് വരും. ആംഗിൾ ഡി ബി സി ആൻഡ് ആംഗിൾ സി ഡി ബി എക്സ്. ഇത് രണ്ടും എക്സ് ആക്കി എടുത്തു. എന്തുകൊണ്ട് ഐസോസെലസ് ട്രയാങ്കിളായി? ദീസ് ടു സൈഡ്സ് ആർ ഈക്വൽ. എന്തുകൊണ്ട് ദീസ് ഈക്വൽ സൈഡ്സായി? ദിസ് ലെങ്ത് എക്സ്റ്റെൻഡ് അറ്റ് ഡി. ദിസ് ലെങ്ത് ആണ് എവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്? ഡിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. Then BCD is an isosceles triangle. Angle DBC x, angle CDB x. This x. Then പറഞ്ഞിട്ടുണ്ട് എന്ത്? CE BD are parallel. CE and BD are parallel. Therefore angle BCE equal to x degree അല്ലേ വരിക? ഇവിടെയും x അല്ലേ വരിക? Alternate interior angle. ശ്രദ്ധിക്കണം. Angle BCE equal to x degree, alternate interior angle. Two parallel lines cut any transversal, alternate interior angles are equal. Alternate interior angles are equal എന്നൊക്കെ 7th പഠിച്ചിട്ടുണ്ട് ലൈൻസ് ആൻഡ് ആംഗിൾസ് ചാപ്റ്ററിൽ. അപ്പോൾ ആംഗിൾ BCE ഈക്വൽ ടു എക്സ് ഡിഗ്രി. കാരണം എന്താണ്? ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ. വൃത്തിയായിട്ട് ശ്രദ്ധിക്കണേ മക്കളെ. കൺസ്ട്രക്ഷനും ഇതൊക്കെ വരുന്നത് കൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ദിസ് എക്സ്. ദെൻ ആംഗിൾ ഡി എക്സ്. ദെർഫോർ ആംഗിൾ എ സി ഇ എക്സ് ആയിരിക്കുമല്ലോ വരിക. ആംഗിൾ എ സി ഇ എക്സ് ഡിഗ്രി. ദീസ് ആംഗിൾസ് ആർ കറസ്പോണ്ടിങ് ആംഗിൾ. പഠിച്ചിട്ടുണ്ട്. ടു പാരലൽ ലൈൻസ് cut any transversal. Pair of alternate interior angles are equal. Pair of corresponding angles are equal. These angles are alternate, x equal to x. These angles are corresponding angles ne parayuna pera karappo. Corresponding angles x equal to x. Both angles x ആണല്ലോ. അപ്പോൾ എന്താണ്? CE ബൈസെക്റ്റ് ആംഗിൾ സി. അത്രയോ പണിയുള്ളൂ. CE ബൈസെക്റ്റ് ആംഗിൾ സി. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനേക്കാട്ട് ഇമ്പോർട്ടൻ്റ് എക്സാമിന് ചോദിക്കുക ഫിഗറാണ്, കൺസ്ട്രക്ഷനാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ മക്കൾ ഒന്നുകൂടി ഞാൻ പറയാം, റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, ഒന്നും കൂടി പറയുകയാണ്, ശ്രദ്ധിക്കുക. ദെൻ ABC ട്രയാങ്കിൾ, സൈഡ് AC എക്സ്റ്റെൻഡ് അറ്റ് പോയിന്റ് D. ദ ലെങ്ത് ഓഫ് BC, BCയുടെ ലെങ്ത് വെച്ച് എക്സ്റ്റെൻഡ് ചെയ്തു. ജോയിൻ BD ആൻഡ് ഡ്രോ എ ലൈൻ പാരലൽ ടു BD ത്രൂ C, ദാറ്റ് ഈസ് CE. To prove angle CE is bisector of angle C. CE is bisector of angle C. Then BCD is BC equal to CD. BC equal to CD given question പറഞ്ഞിട്ടുണ്ട്. Therefore triangle BCD is an isosceles triangle. Two sides are equal, isosceles triangle. Angle DBC equal to angle CDB x. Both angles are equal. X ആക്കി ഞാൻ എടുത്തു. x. Therefore angle is BCE
equal to x, alternate interior angles are equal. Two parallel lines cut any transversal pair of alternate interior angles are equal. Then angle ACE equal to x, D equal to x, ACE equal to x. Corresponding angles are equal. Corresponding angles are equal. These two angles x, x. Therefore, CE, parallel line CE, ബൈസെക്ടർ ഓഫ് ആംഗിൾ സി. ആംഗിൾ സിയുടെ ബൈസെക്ടർ ആണെന്ന് പ്രൂഫ് എഴുതി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. 4 തവണ ഞാനത് റിപ്പീറ്റ് ചെയ്തു, ക്വസ്റ്റ്യനും വായിച്ചു, 4 തവണ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. അത് മനസ്സിലാക്കി വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ഫിഗർ. ആ ഫിഗറിൻ്റെ ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഞാൻ വായിക്കുകയാണ്. ഫിഗറിൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫിഗറിൻ്റെ ക്വസ്റ്റ്യൻ? ഡിസ്ക്രൈബ് ചെയ്യണം. ഹൗ ടു ദിസ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിവൈഡ്. എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്യണം, ഡിസ്ക്രൈബ് ചെയ്യണം. An 8 cm long line in the ratio 4:5. An 8 cm long line 4:5 എങ്ങനെ ഇത് ഈ കണ്ടീഷനിൽ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം, 4:5 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പണിയില്ലല്ലോ, ഒരു പണിയില്ല. അപ്പോൾ മനസ്സിൽ വെക്കുക എല്ലാവരും. 8 cm ലോങ് ലൈനാണ്, 4:5 ഡിവൈഡ് ചെയ്യേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 8 cm ലോങ് ലൈൻ 4:5. അതിൻ്റെ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നെക്സ്റ്റ് പാർട്ടിൽ വേറെ വരും, കൺസ്ട്രക്ഷൻ മാത്രമായിട്ട് ചോദിക്കും. Then 8 cm, draw an 8 cm long line. Draw an 8 cm long line. 8 cm long line വരച്ചു. Take 4 cm and 5 cm. Take 4 cm and 5 cm. അപ്പോൾ നമ്മൾ ഉപകരണം എടുത്തു. ഉപകരണമൊക്കെ എല്ലാവരും എടുക്കുക. എൻ്റെ ഉപകരണങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാവുള്ളൂ കേട്ടോ. 4 cm എടുത്തോ, എയിൽ പ്ലോട്ട് ചെയ്തു ഒരാർക്ക്. ദെൻ 5 cm എടുത്തു ഒരാർക്ക്. 4:5 വരയ്ക്കുമ്പോൾ 4, 5 എടുത്തു, ട്രയാങ്കിൾ ജോയിൻ ചെയ്തു. ദാറ്റ് ഈസ് സി, ദാറ്റ് ഈസ് പോയിന്റ് സി. ഇത് 4, ഇത് 5, 8. ക്ലിയർ ദാറ്റ് ക്ലിയർ? നോ ക്ലിയർ? ക്ലിയർ ദാറ്റ്. ഓക്കെ. ഡ്രോ എ ലൈൻ എ ബി 8 cm. ടേക്ക് 4 cm and 5 cm. Construct an arc from A and B, join the point C, that is C. അതിനെ പോയിന്റ് സി ആയിട്ട് കാണിച്ചു. ദെൻ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ലെങ്ത് തന്നെയാണ് എക്സ്റ്റെൻഡ് എ സി അറ്റ് ഡി വരെ വരയ്ക്കേണ്ടത്. അപ്പോൾ അത് 5 cm. എനിക്ക് റൂളർ ഇവിടെ കൊള്ളാത്തത് കൊണ്ട് ഞാൻ 5 cm ഈ ഒരു ഉപകരണം വെച്ചിട്ടാണ് എടുക്കുന്നത്. എന്താ ഉപകരണത്തിൻ്റെ പേര്? സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തു. 5 cm എക്സ്റ്റെൻഡ് ചെയ്തു. ഇവിടേക്ക് 5 cm സ്കെയിൽ വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. യൂസിങ് സ്കെയിൽ 5 cm എക്സ്റ്റെൻഡ് ചെയ്തു. ദെൻ ആ 5 cm എക്സ്റ്റെൻഡ് ചെയ്ത പോയിന്റ് നമുക്ക് ഡി എന്ന് മാർക്ക് ചെയ്യാം. അത് നമുക്ക് എന്ത് ചെയ്തു, ജോയിനിങ് ബി ടു ഡി, ബിയും ഡിയും തമ്മിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ശ്രദ്ധിക്കുക, ഡ്രോ എ ലൈൻ എ ബി 8 cm, then 4 cm and 5 cm arc drawn from A and B, joining the point C. Line AC extended at point D. Take 5 cm, join BD. ഇനി നമ്മൾ പഠിച്ചത് എന്താണ്? ഡ്രോ പാരലൽ ലൈൻ ത്രൂ സി, പാരലൽ ടു ബി ഡി. ഡ്രോ ലൈൻ പാരലൽ ടു ബി ഡി ത്രൂ സി. ബി ഡിക്ക് പാരലായി സിയിലൂടെ ഒരു പാരലൽ ലൈൻ വരയ്ക്കണം. ആ പാരലൽ ലൈൻസ് വരയ്ക്കാൻ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും ഉപയോഗിക്കണമെന്നില്ലെങ്കിലും ഇത് കറക്റ്റ് ഇങ്ങനെ പിടിച്ച് കറക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, പാരലൽ ലൈൻസ് കറക്റ്റ് പാരലൽ ആയിരിക്കണം എന്നുള്ളൂ. സ്കെയിൽ വെച്ചിട്ട് സെറ്റ് സ്ക്വയർ വെച്ചിട്ട് സ്കെയിലും സെറ്റ് സ്ക്വയറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ജോയിൻ്റൊക്കെ ആക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഇത് സ്കെയിൽ ഇത് സെറ്റ് സ്ക്വയർ ഫിറ്റ് ചെയ്ത് ആംഗിളിന് കറക്റ്റ് ചെയ്ത് സെറ്റ് സ്ക്വയർ വെച്ച് ഇതിന് ആംഗിളിന് കറക്റ്റ് ചെയ്ത് വെച്ച് അടിയിൽ സ്കെയിൽ എന്ത് ചെയ്യുക ഇങ്ങനെ ഫിറ്റാക്കി വെച്ച് ഇതാ ഇത് പാരലൽ വരയ്ക്കാനുള്ള കണ്ടീഷനൊക്കെ ഇതാ അതിങ്ങനെ വെച്ച് അടിയിൽ സ്കെയിൽ ഇത് മൂവ് ചെയ്യാതിരിക്കാൻ സ്കെയിൽ ഫിറ്റ് ചെയ്ത് വെച്ചു. ഇതിങ്ങനെ നീക്കുക, ഇതിങ്ങനെ നീക്കി ഇവിടെ എനിക്ക് തട്ടിപ്പോവും. അങ്ങനെ നീക്കിയിട്ടൊക്കെയാണ് പാരലൽ വരയ്ക്കുക.
കാരണം സെറ്റ് സ്ക്വയർ സ്കെയിലും കൂടി ഇങ്ങനെ എന്ത് ചെയ്യും, നമ്മൾ ബേസ് പാരലായിട്ട് ഇങ്ങനെ വെക്കും. ഇങ്ങനെ ആംഗിൾ ഇതിനെ കറക്റ്റാക്കി വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ സ്കെയിൽ ഫിറ്റ് ചെയ്യും. സ്കെയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കും. ഇത് നമുക്ക് മൂവ് ചെയ്യാനാണ് സെറ്റ് സ്ക്വയർ ആണ് മൂവ് ചെയ്യുക. എന്നാലും അപ്രോക്സിമേറ്റ് വരച്ചാൽ മതി. പാരലായിട്ട് തോന്നണം, കണ്ണുരുട്ടി നോക്കിയാൽ പാരലായിട്ട് തോന്നണം. ദെൻ സൈഡ് എ ബി ഡിവൈഡഡ് ഇൻ ദി റേഷ്യോ 4:5. സൈഡ് എ ബി ഡിവൈഡഡ് ഇൻ ദി റേഷ്യോ 4:5. കൺസ്ട്രക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കൺസ്ട്രക്ഷൻ മാത്രം ചോദിക്കും. ഡ്രോ എ ലൈൻ 7.5 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ഇൻ ദി റേഷ്യോ 3:4 എന്ന് മാത്രം ചോദിച്ചേക്കാം. അതാണ് ഇമ്പോർട്ടൻ്റ്. പ്രൂഫ് ചോദിച്ചിട്ടില്ലെങ്കിലും ഈ കൺസ്ട്രക്ഷനാണ് ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാക്കുക. ഒന്നുകൂടി ഞാൻ പറയുന്നു, കൺസ്ട്രക്ഷൻ ഒരു ടൈംസ് കൂടി പറയാണ്. ഡ്രോ എ ലൈൻ എ ബി. ഈ ക്വസ്റ്റ്യൻ തന്നെ എങ്ങനെ ചോദിക്കുക, ദ ലൈൻ ലെങ്ത് ഡ്രോ എ ലൈൻ എ ബി 8 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ഇൻ ദി റേഷ്യോ 4:5 അങ്ങനെയും ചോദിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഡ്രോ എ ലൈൻ 8 സെൻറ്റിമീറ്റർ, ദെൻ 4 and 5 ടേക്ക് കോമ്പസ് drawn from arc A and B joining point C, then AC length 4, BC length 5, then take 5 centimeter AC extended at point D, D join BD, then line parallel to BD through C. പാരലൈൻസ് വരയ്ക്കാൻ സെറ്റ് സ്ക്വയർ ആംഗിളിൽ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് പിടിക്കുക, അടിയിൽ സ്കെയിൽ ഫിറ്റ് ചെയ്യുക, എന്നിട്ട് സെറ്റ് സ്ക്വയർ മാത്രം നീക്കുക. സ്കെയിൽ നീക്കി പോയത് അണ്ടുകൂടി നീക്കുക വെച്ചാൽ ഇങ്ങനെ പോകും, ഇങ്ങനെ നീക്കി കളിക്കേണ്ടി വരും. ഇങ്ങനെ അത് കളിക്കരുത്. സെറ്റ് സ്ക്വയർ ഫിറ്റ് ചെയ്തിട്ട് സ്കെയിൽ ഉറപ്പിക്കുക. സെറ്റ് സ്ക്വയർ ഇങ്ങനെ മൂവ് ചെയ്ത് കളിക്കുക കേട്ടോ. അതൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. സെറ്റ് സ്ക്വയർ ഇങ്ങനെ മൂവ് ചെയ്ത് കളിക്കുക. ഇനി അതൊന്നും കിട്ടില്ലെങ്കിൽ നല്ല മിടുക്കന്മാർ വളരെ ഭംഗിയായിട്ട് എന്ത് വരയ്ക്കാറുണ്ട്, പാരലൈൻസ് വരയ്ക്കാറുണ്ട്. അപ്പോൾ ഡിവൈഡ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ ഈ ഒരു ക്വസ്റ്റ്യൻ. ഇതിൻ്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ 4th പാർട്ട് ഉണ്ട്. ആ 4th പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ കൺസ്ട്രക്ഷനും മാത്രമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ ടോട്ടലി ഒന്ന് റിവൈസ് ചെയ്യാൻ പോവുകയാണ്. ടോട്ടലി റിവൈസ് ചെയ്യുന്നത് 3 ക്രൈറ്റീരിയാസ് പഠിച്ചു. ലൈൻ ഡ്രോൺ ഫ്രം മിഡ് പോയിൻ്റ് ഓഫ് ദി ബേസ് പഠിച്ചു. ലൈൻ ഡ്രോൺ ഡിവൈഡഡ് ലൈൻ എ ലൈൻ ഫ്രം ദി വെർട്ടെക്സ് ഡിവൈഡഡ് ഇൻ ദി സൈഡ് സെയിം റേഷ്യോയിൽ ആയിട്ട് പഠിച്ചു. ദെൻ ആംഗിൾ ബൈസെക്ടർ പഠിച്ചു. ബൈസെക്ടർ ദെൻ സൈഡ് റേഷ്യോന് ഈക്വൽ ആയിരിക്കും. 3 ക്രൈറ്റീരിയാസ് പഠിച്ചു. ഫസ്റ്റ് പ്രോബ്ലം A:B:C ബേസിനെ ഡിവൈഡ് ചെയ്തത് A:B:Cയിൽ പഠിച്ചു. ദെൻ സെക്കൻഡ് പ്രോബ്ലം നമ്മൾ 1/4 പാർട്ടാക്കിയിട്ട് നമ്മൾ ചെയ്തു. ദെൻ തേർഡ് പ്രോബ്ലം പഠിച്ചത് ആംഗിൾ ബൈസെക്ടറിൽ നിന്ന് പെർപെൻഡിക്കുലർ വരച്ചു, ഡിസ്റ്റൻസ് ഈക്വൽ ആണെന്ന് പ്രൂഫ് കാണിച്ചു. തേർഡ്. ഫോർത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ, ദെൻ ഒരു ലൈനിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പർട്ടിക്കുലർ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഒരു പ്രോപ്പർട്ടി ഉണ്ടാക്കി. അതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ 4 കാര്യം 3 ക്രൈറ്റീരിയ. 4 പ്രോബ്ലം 3 ക്രൈറ്റീരിയ. 4 പ്രോബ്ലം 3 ക്രൈറ്റീരിയ. പ്രോബ്ലം അല്ല ചോദിക്കുക, ക്രൈറ്റീരിയ ആണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക, വൃത്തിയായിട്ട് പ്രാക്ടീസ് ചെയ്യുക, ചെയ്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ട് കറക്റ്റ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.